name is Daniya. This is my little brother Ryan. This is my little sister Naya. ഇന്ന് ഞാൻ ഒരു ബേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കുട്ടിക്കേക്കാണ്. ഇത് നമ്മൾ ഇഡ്ഡലി തട്ട് കൊണ്ടാണ് പിന്നെ സ്പൂൺ കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ഇഡ്ഡലി തട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത മറ്റ് ഏത് ഓയിൽ വേണേൽ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഇതുപോലത്തെ ഒരു മിക്സി ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഇടാം. ഈ സ്പൂൺ വെച്ചിട്ടാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നത്. നമ്മൾ ഇതിലോട്ടേക്ക് 6 സ്പൂണ് പഞ്ചസാര ചേർക്കാൻ പോകുന്നതാണ്. നമ്മൾ ഇതിലോട്ടേക്ക് വാനില എസൻസ് ചേർക്കാൻ പോകണം. ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് 4 സ്പൂണ് ഓയിൽ ഒഴിക്കാൻ പോകണം. സൺഫ്ലവർ ഓയിൽ. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് 3 സ്പൂണ് പാല് ഒഴിക്കാൻ പോവുകയാണ്. തണുപ്പില്ലാത്ത പാല് എടുക്കാൻ നോക്കാം. എല്ലാം മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതാണിത്. ഇത് ഞാൻ ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഇതിലേക്ക് 8 സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുകയാണ്. ഒരു നുള്ളു ഉപ്പും. നമുക്കിതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ബാറ്ററി 2 ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതിലോട്ടേക്ക് അതേ സ്പൂണ് 1 സ്പൂണ് കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. കൂടെ 1 സ്പൂൺ പാലും. ഇനി ഞാൻ ഇത് മിക്സ് ചെയ്യാൻ പോകുകയാണ്. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് മാറ്റിവെച്ച ഇഡ്ഡലി തട്ടിലേക്ക് വൈറ്റ് ബാറ്റർ കുറച്ചായി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മിഡിലേക്ക് ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കുകയാണ്. മുകളിൽ വീണ്ടും വൈറ്റ് ബാറ്റർ ഒഴിക്കുകയാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഇഡ്ഡലി തട്ട് വെക്കാം. ഇത് കുക്കായിട്ടുണ്ട്. ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരു 20 മിനിറ്റ്സ് ആണ് ഇത് കുക്കാവാൻ എടുത്ത സമയം. ഇതാ നമ്മളെ പഞ്ഞി പോലത്തെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇതെന്തായിട്ടും ഇഷ്ടാവും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ ബൈ.